ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. അതിനായിട്ട് ഞാൻ റവയാണ് എടുത്തിരിക്കുന്നത്. ഒരു പാത്രത്തിലേക്ക് 1.5 കപ്പ് റവ ഇട്ട് കൊടുത്തു. റവ ഇട്ടതിന് ശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. ഉപ്പിട്ടതിന് ശേഷം നമ്മൾക്ക് കൈകൊണ്ട് തന്നെ ഒന്ന് ആ ഉപ്പ് എല്ലായിടത്തും ചെല്ലുന്ന വിധത്തിൽ ഒന്ന് തിരുമ്മി കൊടുക്കാം, ഒന്ന് കുഴച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാം. നോർമൽ വാട്ടറാണ് ഒഴിച്ചിരിക്കുന്നത്. നമ്മൾ ചപ്പാത്തി കുഴയ്ക്കുമ്പോൾ ഒന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തി മൈദയൊക്കെ കുഴയ്ക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കും. റവയായതുകൊണ്ട് തന്നെ നമ്മൾക്ക് വളരെ ഈസി ആയിട്ട് കുഴച്ചെടുക്കാൻ സാധിക്കും. കുറേശ്ശെ വെള്ളം ഒഴിച്ച് പാകത്തിന് നമുക്ക് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തി കുഴയ്ക്കുന്ന അതേ രൂപത്തിൽ നമ്മൾ കുഴച്ചുകൊണ്ട് വരണം. പാകത്തിന് വെള്ളത്തിൻ്റെ കണക്ക് നമ്മൾ കുറേശ്ശെ ഒഴിച്ച് അത് ഇതുപോലെ കുഴച്ചെടുക്കണം. വെള്ളത്തിൻ്റെ കണക്ക് പ്രത്യേകമായിട്ട് പറയുന്നില്ല. നമ്മൾ ചപ്പാത്തി കുഴയ്ക്കുമ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന വിധത്തിൽ ഒന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് കയ്യിൽ വെച്ച് ഒന്ന് റോൾ ചെയ്ത് അതിൻ്റെ ക്രാക്കൊക്കെ ഒന്ന് മാറ്റി നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഇതുപോലെ ഉരുട്ടിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 5 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ആ സമയം ഇതിൻ്റെ മുകൾ ഭാഗവും ഒക്കെ പുറം ഭാഗം ഉണങ്ങിപ്പോകരുത്. അതിനായിട്ട് ഇച്ചിരി എണ്ണ എല്ലായിടത്തും ഒന്ന് തൂത്ത് ഇതുപോലെ നമുക്കൊന്ന് തൂത്ത് ഒന്ന് മൂടി വെക്കണം. നമുക്ക് ഒരു 5 മിനിറ്റ് അതവിടെ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്കൊരു ഫില്ലിംഗ് ഉണ്ടാക്കാം ഇതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ളത്. അതിനായിട്ട് ഞാൻ ഒരു നോൺ സ്റ്റിക്ക് പാന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. പാനൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു സവോള ചെറുതായിട്ടരിഞ്ഞ്, എത്രയോ ചെറുതാക്കാവോ അത്രയും ചെറുതായിട്ടരിഞ്ഞ് നമ്മൾക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ എണ്ണയിലിട്ട് നമുക്കൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം. കൂട്ടത്തിൽ തന്നെ നമുക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഇങ്ങനെ എടുത്തിട്ട് കൈകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് മുറിച്ച് ഇട്ട് കൊടുക്കാം. അതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ ഉപ്പിട്ടിട്ടില്ല. ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് മസാലയ്ക്ക് വേണ്ടത് നമുക്ക് ഇട്ട് കൊടുക്കാം. പൊടിയിൽ ഓൾറെഡി നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. ഞാൻ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. പേസ്റ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം അതും കൂടി ഒന്ന് ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുവോളം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം. എല്ലാം കൂടി ചേർത്ത് നമ്മുടെ സവോള ഒത്തിരി അങ്ങ് ഗോൾഡൻ കളർ ആകണ്ട, ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി. അതോടൊപ്പം തന്നെ അതിലേക്ക് ഞാൻ ഒരു ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി ആ ഉള്ളിയുടെ കൂട്ടത്തിൽ ക്യാരറ്റും കൂടി ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് മസാലയും കൂടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഒരു 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല ഇട്ട് കൊടുത്തു. 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. മസാലകൾ ഇത്രയും മതി. ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി ആ മസാലകളുടെയൊക്കെ പച്ചമണം മാറുവോളം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒന്ന് മൂടി വയ്ക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് മൂടി വെച്ച് അതൊന്ന് ഒന്ന് വെന്ത് കിട്ടണം. ഒന്ന് വെന്ത് സോഫ്റ്റായിട്ട് കിട്ടണം.
അതിലെ വെള്ളമൊക്കെ ഊർന്ന്, ക്യാരറ്റിലെ വെള്ളമൊക്കെ ഊർന്ന് അത് വെന്തോളും. ഇപ്പം അത് ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി വെന്തൊക്കെ വന്നിട്ടുണ്ട്. ആ ഒരു സമയം അതിലേക്ക് ഞാൻ ഒരു പിടി മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. മല്ലിയിലയും ജസ്റ്റ് ഒന്ന് വാടിക്കോട്ടെ. അതിനായിട്ട് ഞാനിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. മല്ലിയിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച്, മല്ലിയില പെട്ടെന്ന് വാടി കിട്ടുമല്ലോ. ഇപ്പം മല്ലിയിലയൊക്കെ ഒന്ന് ആ ചൂടിൽ കിടന്ന് വാടിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമ്മൾക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് മൂടി വയ്ക്കാം. അതൊന്ന് ആറട്ടെ അവിടെ ഇരുന്നുണ്ട്. ആ സമയത്ത് നമ്മളുടെ മാവ് എങ്ങനെയായെന്ന് നോക്കാം. നമുക്ക് മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു പിടി മല്ലിയിലയും കൂടി ഇടുന്നുണ്ട്. ആ മല്ലിയിലയും കൂടി ഇട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടും, അതുപോലെ മല്ലിയില നമ്മൾക്ക് ഹെൽത്തി ആണല്ലോ, ഞാനത് സോഡാപ്പൊടി വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകി ഒരു പരിധി വരെ അതിൻ്റെ വിഷമൊക്കെ കളഞ്ഞെടുത്തതാണ്. മല്ലിയിലയ്ക്കകത്തും വേപ്പിലയ്ക്കകത്തുമാണ് ഏറ്റവും കൂടുതൽ വിഷം ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ആ മല്ലിയിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കൊന്ന് പരത്തിയെടുക്കണം. അതിനായിട്ട് ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. റവയാണല്ലോ, അപ്പോൾ ഒന്ന് പരത്തി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇച്ചിരി ഗോതമ്പ് പൊടി തൂവി കൊടുക്കണം. നമ്മൾക്കത് ഞാനൊരു കൈ മാവ് എടുത്ത് ഇതുപോലെ ഒന്ന് ഉരുട്ടി, വേണമെങ്കിൽ നമുക്ക് ആ മാവ് രണ്ടായിട്ട് ഭാഗിച്ചിട്ട് വലുതായിട്ടങ്ങ് പരത്തി എടുക്കാം. പക്ഷെ ഞാനിപ്പോൾ ഒരു കൈപ്പിടിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾക്ക് ഒന്ന് പരത്തിയിട്ട് അതൊന്ന് മുറിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഷേപ്പൊന്നും നമുക്ക് നോക്കണ്ട. എന്നാലും അതിൻ്റെ കൈയിട്ടൊന്ന് ഉരുട്ടി അതിൻ്റെ ക്രാക്കൊക്കെ ഒന്ന് കളയണം. എന്നാലും നമുക്ക് ജസ്റ്റ് നന്നായിട്ടൊന്ന് പരത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം ആ ഗോതമ്പ് പൊടിയിലൊന്ന് നന്നായിട്ട് മുക്കി തിരിച്ച് മറിച്ച് ഇട്ടൊന്ന് മുക്കിയതിന് ശേഷം പരത്തി കൊടുക്കുകയാണ്. ഒത്തിരി അങ്ങ് തിന്നായി പോകണ്ട, എന്നാൽ ഒത്തിരി അങ്ങ് കട്ടിയും ആകരുത്. ഒരു മീഡിയം ടൈപ്പിൽ നമുക്ക് പരത്തിയെടുക്കണം. ഇതുപോലെ തിരിച്ച് നമുക്ക് പരത്തിയെടുക്കാം. പെട്ടെന്ന് പരത്തിയെടുക്കാൻ പറ്റും. നമ്മൾക്ക് ഗോതമ്പ് പൊടി തൂകുന്നത് കൊണ്ട് തന്നെ അത് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കുവാനായിട്ട് സാധിക്കും. ഒത്തിരി ഗോതമ്പ് പൊടിയൊന്നും വേണ്ട, ജസ്റ്റ് കുറച്ചങ്ങ് തൂക്കി കൊടുത്താൽ മതി. അടിയിലും മുകളിലും തൂക്കിയിട്ട് ഇതുപോലെ നമുക്ക് പരത്തിയെടുക്കാം. രണ്ട് വശത്തേക്കും വശങ്ങളിലേക്കും നേരെയും ഒക്കെ ആയിട്ട് ഞാനതങ്ങ് പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അടപ്പ് കൊണ്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് മുറിച്ചെടുക്കാം. ഉണ്ടോ, ഈ ഒരു രീതിയിൽ മുറിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ആ പൊട്ടിയ ഭാഗങ്ങളൊക്കെ ഇതുപോലെ മാറ്റിയെടുക്കാം. നമുക്ക് അത് ഓരോ പീസും ഇതുപോലെ എടുത്ത് ആ ഭാഗങ്ങൾ മാറ്റി ആ റൗണ്ട് ഷേപ്പ് മാത്രം എടുത്ത് വയ്ക്കാം. മറ്റ് ഭാഗങ്ങൾ, മുറിഞ്ഞു പോകുന്ന ഭാഗങ്ങൾ നമുക്ക് വീണ്ടും ആ പൊടിയിലേക്ക് തന്നെ ഇട്ട് നമുക്ക് പരത്തിയെടുക്കാവുന്നതാണ്. അങ്ങനെ ഞാനെല്ലാം ആ ഒരു രീതിയിൽ പരത്തിയെടുത്തു. കണ്ടോ, ഈ ഒരു രീതിയിൽ പരത്തിയെടുത്തു. ഇനി നമുക്ക് ആ പരത്തിയതെല്ലാം ഞാനൊരു പ്ലേറ്റിലാക്കി ഇതുപോലെ വെച്ചിട്ടുണ്ട്. വേറൊരു പ്ലേറ്റും കൂടി എടുത്ത് നമുക്ക് നമ്മളുടെ മസാലക്കൂട്ട് തണുത്ത് ഇവിടെ ഇരിപ്പുണ്ട്. ഇനി നമുക്കതിൽ നിന്നും ഒരു പീസ് എടുത്ത് ഈ പാത്രത്തിലേക്ക് വയ്ക്കാം. അതിനുശേഷം അതിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഇതുപോലെ ഒരു ടീസ്പൂൺ എടുത്ത് ഇതുപോലെ അതിൻ്റെ മുകളിലൊന്ന് തൂത്ത് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മളുടെ ആ മസാലക്കൂട്ട് കുറച്ച് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂണോളം എടുത്ത് ഇതുപോലെ ഒന്ന് പരത്തി അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന ആ ചപ്പാത്തി പോലെ പരത്തി വെച്ചിരിക്കുന്നതെടുത്ത് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ അരിവശം ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. കണ്ടോ, ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചേർന്നിരുന്നോളും.
അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് വീണ്ടും കുറച്ച് ടൊമാറ്റോ സോസ് ഒരു ടീസ്പൂണോളം ഒഴിച്ച് കൊടുത്തിട്ട് അതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും ആകുന്ന വിധത്തിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ആ മസാല ഒരു ടീസ്പൂണോളം മസാല എടുത്ത് ഇതുപോലെ ഒന്ന് പരത്തി വെച്ച് കൊടുക്കാം. കുറേശ്ശെ എടുത്ത് വെച്ച് പരത്തിയാൽ മതി, ഒരു ടീസ്പൂണോളം, അല്ലെങ്കിൽ ഇതുപോലെ വെച്ചൊന്ന് പരത്തി കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഒരു പീസ് എടുത്ത് ഇതുപോലെ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് അതെല്ലാം കൂടി ഇങ്ങനെ ഒരു യോജിപ്പിച്ച് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ ഒന്ന് അടിക ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി. അത് അവിടെ ഇരുന്നോളും. നമ്മുടെ മസാലക്കൂട്ടൊന്നും പുറത്തേക്ക് പോകരുത്. കണ്ടോ, ഈ ഒരു രീതിയിൽ ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി. വീണ്ടും നമുക്ക് ഇതുപോലെ തന്നെ ഓരോ പീസ് എടുത്ത് ഇതുപോലെ തന്നെ ലെയറായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. 2-3 ഇപ്പം ഞാനിപ്പോൾ 3 ലെയറായിട്ടാണ്. നമുക്ക് ഒരെണ്ണം കൂടി വെക്കണമെങ്കിൽ അതുപോലെ തന്നെ എടുക്കാം. അങ്ങനെ ഞാൻ എല്ലാം അതുപോലെ ഉണ്ടാക്കി വെച്ചു. ഇനി നമുക്കതൊന്ന് ആവി കയറ്റിയെടുക്കണം. അതിനായിട്ട് ഞാനൊരു ഇഡ്ഡലി പാത്രം വെള്ളം അടിയിൽ വെച്ച് ഗ്യാസ് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ ഇതുപോലെ ഇച്ചിരി എണ്ണ തൂത്ത് കൊടുത്തു. ആ തട്ടിൽ ഇതുപോലെ എണ്ണ തൂത്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ലെയറുകൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ വെച്ച് കൊടുക്കാം. തീ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരുന്നോട്ടെ. നമുക്ക് ഇങ്ങനെ എല്ലാം വെച്ച് കൊടുത്തിട്ട് നമുക്കൊരു ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു 6-7 മിനിറ്റ് ഒന്ന് വേവിച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടിക്കോളും. ഒരു 7 മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ അത് അടച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഒരു 7 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു 7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ തുറന്ന് നോക്കി. നമ്മുടെ ഉണ്ടോ, എല്ലാം വെന്തിട്ടുണ്ട്. നമ്മുടെ ലെയറുകളെല്ലാം വെന്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു, തണുക്കാനായിട്ട് വെച്ചു. അത് തണുത്തിട്ട് വേണം എടുക്കാൻ, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോകും. അതവിടെ ഇരിക്കട്ടെ, അവിടെ ഇരുന്ന് തണുക്കട്ടെ. ഇപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഞാനൊരു നോൺ സ്റ്റിക്ക് പാന് ഗ്യാസ് അടുപ്പയിലേക്ക് വെച്ചു. ലേശം എണ്ണ, ഒത്തിരി എണ്ണയൊന്നും വേണ്ട, ഒരു 1.5 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് പാനിൻ്റെ എല്ലായിടത്തും വരുന്ന വിധത്തിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. മീഡിയം ഫ്ലെയിമിൽ വെച്ച് അതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് നമ്മളുടെ ആ ലെയറുകളൊക്കെ തണുത്തിട്ടുണ്ട്. തണുത്തതിന് ശേഷം പാത്രത്തിലേക്ക് എടുത്താൽ മതി. നമുക്ക് ആ ലെയറുകൾ ഓരോന്നും ചൂടോടെ എടുത്താൽ അത് പൊട്ടിപ്പോകും. നന്നായിട്ട് ആറിയതിന് ശേഷം എടുത്താൽ മതി നമ്മളുടെ ഇഡ്ഡലി തട്ടിൽ നിന്നും. അത് എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ആ എണ്ണയിൽ വെച്ച് ഒന്ന് മൊരിച്ചെടുക്കാം. ഒരു ഭംഗിയും ടേസ്റ്റിനും വേണ്ടി നിങ്ങൾക്ക് എണ്ണയിൽ മൊരിക്കേണ്ടതെങ്കിൽ അങ്ങനെ തന്നെ കഴിക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മൊരിച്ചെടുക്കുകയാണ്. അത് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടണമല്ലോ. ഒരു വെറൈറ്റി ഫുഡ് പലഹാരമായിട്ട് കൊടുക്കാനായിട്ട് ഞാനൊരു സ്വല്പം എണ്ണ ഒഴിച്ച് ഇതുപോലെ 2 ഭാഗം ഒന്ന് മൊരിച്ചെടുക്കുകയാണ്. മൊരിക്കാതെ ആവിയിൽ വേവിച്ച് കഴിക്കാനാണെങ്കിൽ അങ്ങനെ തന്നെ കഴിക്കാം. അല്ല എങ്കിൽ ഇതുപോലെ ഒന്ന് മൊരിച്ച് 2 ഭാഗവും മൊരിച്ച് എല്ലാം എടുക്കാം. അങ്ങനെ ഞാൻ എല്ലാം മൊരിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള നമ്മളുടെ ലെയറപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക. ഓക്കെ, ബൈ.